വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് മുട്ട കൊണ്ടുള്ള നല്ലൊരു മസാലക്കറിയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മുട്ടയുണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി കറിയാണ്. കുക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ടത് തൈരാണ്. പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് പുളിയില്ലാത്ത തൈര് തന്നെ വേണം എടുക്കാൻ. അതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തൈരിലേക്ക് 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ മസാലയൊക്കെ തൈരിലോട്ട് മിക്സ് ആകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇത് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ നല്ലോണം ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിലെ ഗ്രേവി നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ അളവും അതുപോലെ മസാലപ്പൊടിയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലാണ് ഞാൻ ഈ മുട്ട മസാല തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്കൊരു 2 പച്ചമുളക് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അതും കൂടി ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ പൊടിയായി കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഉള്ളിയൊക്കെ ചേർത്ത് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് റെഡിമെയ്ഡ് ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു തക്കാളി ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് ഈ മസാലയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് വരെ നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തൈരും മസാലപ്പൊടിയും ചേർത്ത ആ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും കൂടി ഈ ഒരു മസാലയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. മസാലപ്പൊടിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ മസാല ഇപ്പോൾ അല്പം കട്ടിയായിട്ടാണുള്ളത്. അപ്പോൾ ഇതിനെ ഒന്ന് ചെറുതായി ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കറി അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട മസാലയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മസാല ഒന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റെങ്കിലും ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേ അതിൻ്റെ ആ ഒരു മസാലയുടെ കറക്റ്റ് ആ ഒരു സ്മെല്ലും ഇതൊക്കെ നല്ലോണം ഒരു കറിയിൽ വരും. അങ്ങനെ ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് മസാലേൻ്റെ മുകളിൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് വേണ്ടത്. ഇപ്പം മസാല അല്പം ലൂസായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് 5 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുട്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡിൽ ഒരു വരഞ്ഞിട്ട് വേണം ഇതിങ്ങനെ ഇട്ട് കൊടുക്കാൻ. അപ്പോഴേ ആ മുട്ടയുടെ അകത്തൊക്കെ ഈ മസാല നല്ലോണം ഇങ്ങനെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോഴേ കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കത്തി വെച്ച് വരഞ്ഞു കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ മുട്ടയൊക്കെ മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കാം.
മസാലയൊക്കെ ഇപ്പോൾ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കാം. കസൂരി മേത്തിയൊക്കെ ഇട്ട് കൊടുത്താൽ ഈ കറിക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കറി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള മുട്ടക്കറി റെസിപ്പിയാണ്. ഇനി അല്പം മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ മുട്ട മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ കറി റെഡിയായി. മുട്ട മസാലക്കറി ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.